മുടിയിൽ എണ്ണമയം കൂടുതലാണോ? എങ്കിൽ ഈ അബദ്ധങ്ങൾ വരുത്തരുത്. എണ്ണമയമുള്ള മുടി കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷേ മിക്കവർക്കും പറ്റുന്ന ചില അബദ്ധങ്ങൾ ഒഴിവാക്കുന്നത് എണ്ണമയമുള്ള മുടിക്ക് ഗുണം ചെയ്യും. എന്താണ് അബദ്ധങ്ങൾ എന്നറിയാം. വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട്. എണ്ണമയം കുറയ്ക്കുമെന്ന് കരുതി പലരും മുടി ഇടയ്ക്കിടെ കഴുകുന്നു. എന്നിരുന്നാലും ഇടയ്ക്കിടെ കഴുകുന്നത് സ്വാഭാവിക എണ്ണകൾ നീക്കം ചെയ്യുകയും തലയോട്ടിയിൽ നിന്ന് കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യും. ശരിയായ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കൽ, യോജിക്കാത്ത ഷാംപൂ ഉപയോഗിക്കുന്നത് മറ്റൊരു തെറ്റാണ്. എണ്ണമയമുള്ള മുടിക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത സൗമ്യവും സൾഫേറ്റ് രഹിതവുമായ ഷാംപൂ ഉപയോഗിക്കുക. മുടിക്ക് ഭാരം വരുത്തുന്ന കനത്ത കണ്ടീഷണറുകൾ ഒഴിവാക്കുക. പകരം വേരുകളിൽ എണ്ണമയം ഉണ്ടാകുന്നത് തടയാൻ അറ്റത്ത് മാത്രം ഭാരം കുറഞ്ഞ കണ്ടീഷണറുകൾ ഉപയോഗിക്കുക. സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങളുടെ അമിത ഉപയോഗം ഒഴിവാക്കുക. ജെല്ലുകൾ, സ്പ്രേകൾ പോലുള്ള സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തലയോട്ടിയിൽ അടിഞ്ഞുകൂടുകയും അത് എണ്ണമയമുള്ളതായി കാണപ്പെടുകയും ചെയ്യും. അവ മിതമായി ഉപയോഗിക്കുക. എണ്ണമയമുള്ള മുടിക്ക് വേണ്ടി പ്രത്യേകം രൂപപ്പെടുത്തിയ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക. മുടിയിലേക്ക് എണ്ണ തിരികെ എത്തുന്നത് തടയാൻ നിങ്ങളുടെ സ്റ്റൈലിംഗ് ഉപകരണങ്ങൾ പതിവായി വൃത്തിയാക്കുക. മുടി ഇടയ്ക്കിടെ ചീകുകയോ വൃത്തിയില്ലാത്ത ബ്രഷുകൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് തലയോട്ടിയിൽ നിന്ന് എണ്ണ മുടിയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് പടരാൻ കാരണമാകും. അധിക എണ്ണ ഉൽപാദനം ഉത്തേജിപ്പിക്കുന്നത് ഒഴിവാക്കാൻ ബ്രഷുകൾ പതിവായി വൃത്തിയാക്കുകയും സൗമ്യമായ ബ്രഷ് ചെയ്യുകയും ചെയ്യുക. ഇതോടൊപ്പം നിങ്ങളുടെ ഭക്ഷണക്രമവും ജീവിതശൈലിയും മുടിയുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ സമീകൃത ആഹാരം ആരോഗ്യമുള്ള മുടിയെ പിന്തുണയ്ക്കുന്നു. സമ്മർദ്ദം എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനാൽ സമ്മർദ്ദ നിയന്ത്രണം നിർണായകമാണ്. പതിവ് വ്യായാമം തലയോട്ടിയുടെ ആരോഗ്യം ഉൾപ്പെടെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ. എത്നിക് ബ്യൂട്ടി കോട്ട്. മുടിയിൽ എണ്ണമയം കൂടുതലാണോ? എങ്കിൽ ഈ അബദ്ധങ്ങൾ വരുത്തരുത്. എണ്ണമയമുള്ള മുടി കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷേ മിക്കവർക്കും പറ്റുന്ന ചില അബദ്ധങ്ങൾ ഒഴിവാക്കുന്നത് എണ്ണമയമുള്ള മുടിക്ക് ഗുണം ചെയ്യും. എന്താണ് അബദ്ധങ്ങൾ എന്നറിയാം. വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട്. എണ്ണമയം കുറയ്ക്കുമെന്ന് കരുതി പലരും മുടി ഇടയ്ക്കിടെ കഴുകുന്നു. എന്നിരുന്നാലും ഇടയ്ക്കിടെ കഴുകുന്നത് സ്വാഭാവിക എണ്ണകൾ നീക്കം ചെയ്യുകയും തലയോട്ടിയിൽ നിന്ന് കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യും. ശരിയായ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കൽ, യോജിക്കാത്ത ഷാംപൂ ഉപയോഗിക്കുന്നത് മറ്റൊരു തെറ്റാണ്. എണ്ണമയമുള്ള മുടിക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത സൗമ്യവും സൾഫേറ്റ് രഹിതവുമായ ഷാംപൂ ഉപയോഗിക്കുക. മുടിക്ക് ഭാരം വരുത്തുന്ന കനത്ത കണ്ടീഷണറുകൾ ഒഴിവാക്കുക. പകരം വേരുകളിൽ എണ്ണമയം ഉണ്ടാകുന്നത് തടയാൻ അറ്റത്ത് മാത്രം ഭാരം കുറഞ്ഞ കണ്ടീഷണറുകൾ ഉപയോഗിക്കുക. സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങളുടെ അമിത ഉപയോഗം ഒഴിവാക്കുക. ജെല്ലുകൾ, സ്പ്രേകൾ പോലുള്ള സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തലയോട്ടിയിൽ അടിഞ്ഞുകൂടുകയും അത് എണ്ണമയമുള്ളതായി കാണപ്പെടുകയും ചെയ്യും. അവ മിതമായി ഉപയോഗിക്കുക. എണ്ണമയമുള്ള മുടിക്ക് വേണ്ടി പ്രത്യേകം രൂപപ്പെടുത്തിയ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക. മുടിയിലേക്ക് എണ്ണ തിരികെ എത്തുന്നത് തടയാൻ നിങ്ങളുടെ സ്റ്റൈലിംഗ് ഉപകരണങ്ങൾ പതിവായി വൃത്തിയാക്കുക. മുടി ഇടയ്ക്കിടെ ചീകുകയോ വൃത്തിയില്ലാത്ത ബ്രഷുകൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് തലയോട്ടിയിൽ നിന്ന് എണ്ണ മുടിയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് പടരാൻ കാരണമാകും. അധിക എണ്ണ ഉൽപാദനം ഉത്തേജിപ്പിക്കുന്നത് ഒഴിവാക്കാൻ ബ്രഷുകൾ പതിവായി വൃത്തിയാക്കുകയും സൗമ്യമായ ബ്രഷ് ചെയ്യുകയും ചെയ്യുക. ഇതോടൊപ്പം നിങ്ങളുടെ ഭക്ഷണക്രമവും ജീവിതശൈലിയും മുടിയുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ സമീകൃത ആഹാരം ആരോഗ്യമുള്ള മുടിയെ പിന്തുണയ്ക്കുന്നു. സമ്മർദ്ദം എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനാൽ സമ്മർദ്ദ നിയന്ത്രണം നിർണായകമാണ്. പതിവ് വ്യായാമം തലയോട്ടിയുടെ ആരോഗ്യം ഉൾപ്പെടെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ. എത്നിക് ബ്യൂട്ടി കോട്ട്.